മാർവൽ കോമിക് യൂണിവേഴ്സിൽ ടൈം ലൈൻ അനുസരിച്ച് രണ്ടാമത് വരുന്ന സിനിമയായ ക്യാപ്റ്റൻ മാർവൽ എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇതിന്റെ ആദ്യ പാർട്ട് കാണാത്തവർ മുകളിൽ വരുന്ന ഐകാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം രണ്ടാം പാർട്ട് കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് കരോള് ചതിക്കപ്പെട്ടിരുന്നതാണെന്ന് മനസ്സിലാക്കിയതും ഒടുവിൽ യോൺറോഗ് ഭൂമിയിലേക്ക് വരുമ്പോൾ അവൾ എല്ലാം മനസ്സിലാക്കിയെന്ന് അറിയുന്നതും വരെയാണ്. അപ്പോഴേക്കും കരോളും കൂട്ടരും ബഹിരാകാശത്തേക്ക് ലാബ് തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ 4 പേരും ആ വിമാനത്തിലുണ്ട്. ഫ്യൂരി പൂച്ചയെ മടിയിൽ വെച്ച് കളിപ്പിക്കുന്നത് കണ്ട് ആ സാധനത്തിനെ മടിയിലൊന്നും വെക്കാൻ പാടില്ല, അത് ഫ്ലെയർ ഗൺ ആണെന്നൊക്കെ പറയുമ്പോൾ നിനക്കെന്തായാലും ഇതിനെ പേടിയല്ലേ, അപ്പൊ നിന്നിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കണമെങ്കിൽ എനിക്ക് എന്തായാലും ഇതിനെ കൂടെ കൂട്ടിയേ പറ്റുള്ളൂ എന്നൊക്കെ അവൻ പറയുകയും അങ്ങനെ നമ്മൾ ബഹിരാകാശത്തേക്ക് കടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിൽ നിന്ന് വിട്ടുപോകാൻ പുഷ് വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്ന് കൊടുക്കുകയും അങ്ങനെ വളരെ വേഗത്തിൽ മുന്നോട്ട് ചെന്ന് അവർ നേരെ ബഹിരാകാശത്തേക്ക് കയറുന്നതോടെ ഗ്രാവിറ്റി പൂർണ്ണമായി നഷ്ടപ്പെടുകയും അവരെല്ലാം എയറിലാവുകയും ചെയ്യുന്നു. ഉടൻ തന്നെ അവൾ ഗ്രാവിറ്റിയുടെ സ്വിച്ച് അമർത്തുകയും വീണ്ടും പഴയതുപോലെ ആയ ശേഷം ഇവിടെ എവിടെയോ ആണ് മാർവലിന്റെ ലാബ് വരുന്നത്, എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞ് അവർ സിഗ്നൽ നോക്കുമ്പോൾ ലാബിന്റെ തൊട്ടടുത്താണ് അവരിപ്പോ നിൽക്കുന്നത്. ഇതോടെ അവൾ തന്റെ കയ്യിലുള്ള സിസ്റ്റം ഉപയോഗിച്ച് ആ ലാബിലേക്ക് ആക്സസ് കൊടുക്കുമ്പോൾ ഇൻവിസിബിൾ ആയിരുന്ന ലാബ് വിസിബിൾ ആയി വരുന്നു. വളരെ വലിയ ഒരു ലാബാണ് ബഹിരാകാശ നിൽക്കുന്നത്. അങ്ങനെ അവർ നേരെ ആ ലാബിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയും മുന്നോട്ട് നടക്കുന്നതിനിടെ ഒരു ബോൾ കിടക്കുന്നത് കണ്ട് ടാലോസ് ടെൻഷൻ അടിച്ച് വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയും അവർ ലാബിന്റെ മെയിൻ ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവർ തേടി വന്ന ലൈറ്റ് സ്പീഡ് എഞ്ചിൻ ഉണ്ടാക്കാനുള്ള എനർജി കോർ അവിടെ ഭദ്രമായി സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇതാണോ സാധനമെന്ന് ചോദിക്കുമ്പോൾ അതെ, ഇതിനെ അവർ ടെസ്റാക്ട് ക്യൂബ് എന്നാണ് വിളിക്കുന്നതെന്ന് അവൾ പറയുകയും അങ്ങനെ അവർ അതെടുത്ത് അവിടെ ഇരുന്ന ഒരു ബോക്സിന്റെ ഉള്ളിലേക്ക് ആക്കുകയും ചെയ്യുന്നു. ഉടൻ ടാലോസ് അവിടെ നിന്ന് ഒരു പ്രത്യേക രീതിയിലുള്ള ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങുകയും ഈ ശബ്ദം കേട്ടതോടെ കുറെ സ്ക്രള്ളുകൾ അവിടെ നിന്നെല്ലാം ഇറങ്ങി വരികയും ചെയ്യുന്നു. അതിൽ അവന്റെ ഭാര്യ അവിടേക്ക് ഓടി വന്ന് അവനെ കണ്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുകയും അവിടെ മുഴുവൻ അവന്റെ ബന്ധുക്കളും ആളുകളുമായി ഒരുപാട് സ്ക്രള്ളുകൾ നിൽക്കുകയാണ്. ഉടൻ താലോസിന്റെ മകൻ അവിടേക്ക് ഇറങ്ങി വരികയും അവന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അച്ഛൻ അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. അവൻ ഇവിടെ വന്നത് ടെസ്ട്രാക്ട് ക്യൂബിന് വേണ്ടിയല്ല, അവന്റെ കുടുംബം മൊത്തം ഇവിടെ ആയിരുന്നു എന്ന് അവൾ പറയുന്നു. ഞങ്ങൾ 6 വർഷമായി ഇതിന്റെ ഉള്ളിലായിരുന്നു, ഒരു കാരണവശാലും നിങ്ങൾക്ക് സിഗ്നൽ അയക്കരുതെന്ന് അവസാനം മാർവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്താൽ ക്രീകള് ഞങ്ങളെ കണ്ടെത്തുമെന്നൊക്കെ അവൾ പറയുമ്പോൾ നീ ചെയ്തതാണ് ശരിയെന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് നിൽക്കുകയാണ്. ഇതിനിടെ കരോളും ടീമും അവിടെ നിൽക്കുന്നത് കണ്ട് അവർ പേടിക്കുകയും പേടിക്കണ്ട അവരൊന്നും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞ് ടാലോസ് സമാധാനപ്പെടുത്തുമ്പോൾ കരോൾ അവിടേക്ക് വരികയും എന്നോട് ക്ഷമിക്ക്, ഞാൻ നിങ്ങളെ ഒന്നും ഉപദ്രവിക്കില്ല, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇതിപ്പോ എല്ലാം അവസാനിച്ചിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇതുപോലെ എന്റെ ആളുകൾ ഒറ്റപ്പെട്ട് പ്രപഞ്ചത്തിന്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുകയാണ്, എനിക്ക് അവരെ എല്ലാം കണ്ടെത്തിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടെ ക്രീകളെല്ലാം കൂടി അവിടേക്ക് കയറി വരികയും അത് ശരി നീ ശത്രുക്കളുമായിട്ടൊക്കെ കൂട്ടുകൂടിയൊന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഫ്യൂരി തോക്കെടുക്കുമെങ്കിലും അവർ തങ്ങളുടെ തോക്ക് കാണിച്ച് അവനെ ഭീഷണിപ്പെടുത്തി തോക്ക് മാറ്റുന്നു. ഇതോടെ അവരാരും ആയുധമില്ലാതെ നിസ്സഹായരായി നിൽക്കുകയാണ്. നീ യൂണിഫോമിൽ എന്തിനാ മാറ്റം വരുത്തിയത്, അപ്പൊ നീ ഇപ്പൊ പഴയ ആളല്ലല്ലേ, മര്യാദയ്ക്ക് ആ കോർ എവിടെയാണെന്ന് പറഞ്ഞോളാൻ അവൻ പറയുമ്പോൾ അവൾ അവനെതിരെ ശക്തി പ്രയോഗിക്കാൻ നോക്കുമെങ്കിലും ആ ശക്തി പുറത്തു വരുന്നില്ല. അവർ ഘടിപ്പിച്ചിട്ടുള്ള ഡിവൈസ് വെച്ച് അവർ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ശക്തി തന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാനും ഞങ്ങൾക്ക് അറിയാമെന്ന് അവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ഇത് കേട്ട് അവൾ ഓടി വന്ന് അവനെ അടിക്കാൻ നോക്കുമ്പോൾ അവൻ അവളെ അടിച്ച് താഴെയിട്ട ശേഷം കയ്യിൽ നിന്ന് ഒരു സാധനം എടുത്ത് അവളെ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിർത്തുകയും അവൾക്ക് അനങ്ങാൻ കഴിയാത്ത തരത്തിൽ ആക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും മറ്റേ ടെസ്റാക്ട് ക്യൂബ് അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അതോടൊപ്പം ടാലോസിനെയും അവർ പിടിച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതോടെ അവൻ അവരുടെ കൺട്രോൾ ഫുൾ എടുക്കുകയും അവളെ മയക്കി കിടത്തുകയും ചെയ്യും. പിന്നീട് സുപ്രീം ഇന്റലിജൻസിന്റെ അടുത്തേക്ക് പോകാനായി അവളെ മൊത്തത്തിൽ ടെക്നോളജി ഉപയോഗിച്ച് വരിഞ്ഞു മുറുകുകയും അങ്ങനെ അവൾ വീണ്ടും അവിടെ എത്തുകയും ചെയ്യുന്നു. സുപ്രീം ഇന്റലിജൻസ് ഇത്തവണയും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മാർവലിന്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. എന്നെ ഇവിടുന്ന് പുറത്തു വിടുന്നതാണ് നല്ലത്, സ്ക്രള്ളുകൾ പാവങ്ങളാണ്, അവരെ നിങ്ങളാണ് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്, ഇനിയും അവരെ ഉപദ്രവിച്ചാൽ നിങ്ങളെയൊക്കെ ഞാൻ കത്തിച്ച് ചാമ്പലാക്കുമെന്ന് പറയുമ്പോൾ എന്ത് വെച്ച് ചാമ്പലാക്കും, നിനക്ക് ശക്തി തന്നത് ഞങ്ങളാണ്, നമ്മൾ വിചാരിച്ചില്ലെങ്കിൽ നിനക്കത് ഉപയോഗിക്കാനും പറ്റില്ലെന്ന് പറയുമ്പോൾ നിങ്ങളല്ല, അന്ന് ആ സ്ഫോടനം നടന്നപ്പോഴാണ് എനിക്ക് ശക്തി കിട്ടിയതെന്ന് അവൾ പറയുകയും ആ ശക്തി ഉപയോഗിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ അവൾ ശക്തി എടുക്കാൻ ശ്രമിക്കുകയും അവർ പെട്ടെന്ന് അവളിൽ ഘടിപ്പിച്ചിട്ടുള്ള മെഷീൻ വെച്ച് ശക്തി ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയം മറ്റവന്മാർ പിടികൂടിയ ഓരോരുത്തരെയും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂച്ചയെ സ്കാൻ ചെയ്യുമ്പോൾ ഫ്ലെയർ ഗൺ ആണെന്നും അപകടം വളരെ കൂടുതലാണെന്നും സ്കാനറിൽ കാണിക്കുകയും അങ്ങനെ അവർ അതിന് ഒരു മാസ്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യും. ശേഷം ഫ്യൂരിയെ സ്കാൻ ചെയ്യുമ്പോൾ മനുഷ്യനാണ്, അപകടം ഒട്ടുമില്ല, പേടിക്കേണ്ടെന്ന് സ്കാനറിൽ പറയുന്നത് കേട്ട് അങ്ങനെയാണെങ്കിൽ ആ യന്ത്രത്തിന് എന്തോ തകരാറുണ്ടെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവർ ആ പൂച്ചയെ ഒരു പ്രത്യേക പെട്ടിയിൽ ലോക്ക് ചെയ്ത് അവിടുന്ന് മാറ്റിയിരിക്കുകയാണ്. അപ്പോഴും മറ്റവൾ സുപ്രീം ഇന്റലിജൻസുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ക്രീകൾ വർഷങ്ങളായിട്ട് ആ ക്യൂബ് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല, എന്നാൽ നീയാണെങ്കിൽ നേരെ ഭൂമിയിലേക്ക് വന്ന് ശത്രുക്കളുമായിട്ട് കരാറും
ഉണ്ടാക്കി നമുക്ക് സിമ്പിളായിട്ട് അത് കണ്ടുപിടിച്ചു തന്നു. നിങ്ങൾ ഇത്രയും നാൾ എന്നോട് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സ്ക്രള്ളുകൾ യഥാർത്ഥത്തിൽ ഭീകരന്മാരല്ല, അവർ ജീവിക്കാൻ വേണ്ടിയാണ് പോരാടിക്കൊണ്ടിരുന്നത്. അവരെയാണ് പൂർണ്ണമായി ഇല്ലാതാക്കാൻ നിങ്ങൾ തുടങ്ങിയത്. അവരുടെ സ്ഥലങ്ങളാണ് നിങ്ങൾ വേട്ടയാടിയത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ നിന്നെ ഞങ്ങളിൽ ഒരാളായിട്ടാണ് കണ്ടിരുന്നത്, ഞങ്ങളോടൊപ്പം നിൽക്കുമെന്നാണ് കരുതിയത്. പക്ഷേ നീ അത് ചെയ്തില്ലെന്ന് പറയുമ്പോൾ ഒപ്പം നിൽക്കാനോ? നിങ്ങൾ എന്നെ എന്റെ കുടുംബത്തിൽ നിന്നും എന്റെ കൂട്ടുകാരിൽ നിന്നും എല്ലാം അകറ്റി. ഞാൻ ജീവിച്ചിരുന്ന സ്ഥലത്തുനിന്ന് എന്നെ പിടിച്ചുകൊണ്ട് വന്നു, എന്റെ ഓർമ്മകളെല്ലാം നശിപ്പിച്ചു. നിങ്ങൾ എന്നോട് ഒരുപാട് ക്രൂരതയാണ് കാണിച്ചതെന്ന് പറഞ്ഞ് അവൾ ചാടി അവരെ അടിക്കാൻ നോക്കുകയും എന്നാൽ ഇത് വെറും സങ്കല്പമായതുകൊണ്ട് അവൾക്ക് അടിക്കാൻ പറ്റുന്നില്ല. ഇതോടെ അവരവളെ അടിച്ച് പറത്തുകയും നീ എന്തൊക്കെ ചെയ്താലും ഇവിടുന്ന് പുറത്തു കടക്കാൻ പറ്റില്ല, നീ പെണ്ണായതുകൊണ്ട് എല്ലാവരും ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ഞങ്ങളാണ് നിനക്ക് അല്പമെങ്കിലും വില തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ജീവിതത്തിൽ നടന്ന പഴയ കുറേ കാര്യങ്ങൾ അവിടെ കാണിക്കുകയും അവരുടെ മനസ്സ് തളർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഞങ്ങളില്ലെങ്കിൽ നീ വെറും മനുഷ്യജീവി മാത്രമാണ്, ഞങ്ങൾ തന്ന പവറുകൾ വെച്ചിട്ടാണ് നീ ഇത്രയും ശക്തിയായതെന്ന് പറയുമ്പോൾ അവൾ ചാടി എഴുന്നേൽക്കുകയും നിങ്ങളല്ല എനിക്ക് ശക്തി തന്നത്, ഞാൻ എന്റെ സ്വന്തം കഴിവുകൊണ്ട് വളർന്നു വന്നതാണ്, എല്ലാവരും അകറ്റിയിട്ടും അതിലൊന്നും പതറാതെ പരിശ്രമിച്ചത് ഞാനാണ്, അതുകൊണ്ടാണ് എനിക്ക് ശക്തിയാവാൻ പറ്റിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ അവരുടെ നേർക്ക് ചെല്ലാൻ ശ്രമിക്കുമ്പോൾ അവർ അവളെ തടയാൻ ശ്രമിക്കുകയും എന്നാൽ ആ തടസ്സം എങ്ങനെയെങ്കിലുമൊക്കെ അവൾ മറികടന്ന് മുന്നോട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതോടെ പുറത്തും അവളുടെ എനർജി നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുകയും അവൾ സുപ്രീം ഇന്റലിജൻസിന്റെ ഓർമ്മകളിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആ എനർജിയുടെ ശക്തി കൊണ്ട് ആ ലാബിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളെല്ലാം ഷട്ട് ഡൗൺ ആവുകയും ഇതോടെ എല്ലാവരുടെയും കയ്യിലുള്ള പൂട്ടിയിട്ടിരിക്കുന്ന ലോക്കുകളും എല്ലാം അൺലോക്ക് ആവുന്നു. ഇവിടെയുള്ള ഓർമ്മകളിൽ നിന്ന് പുറത്തു കടക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സുപ്രീം ഇന്റലിജൻസിന്റെ ആ സ്ഥലം തന്നെ തകർന്ന് തരിപ്പണമാവുകയും അങ്ങനെ എല്ലാം ഇടിഞ്ഞു വീഴുന്നതോടെ അവൾ കഴുത്തിൽ നിന്ന് മറ്റേ സാധനം ഊരികളയുകയും ഇതോടെ അവൾക്ക് തന്റെ പഴയ ശക്തി മുഴുവൻ തിരിച്ചു കിട്ടി ക്രീകളുടെ ചങ്ങലയിൽ നിന്ന് മോചിതയാവുകയും ഇതോടെ അവൾ ശക്തിയോടെ അവിടെ ജ്വലിച്ചു നിന്ന് അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്യുന്നു. ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ട മറ്റവർ അവന്മാരുമായിട്ടൊക്കെ ഫൈറ്റ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോഴേക്കും ക്യൂബിന്റെ പെട്ടിയും എടുത്ത് ഫൈറ്റ് നടത്തുന്നവന്മാരെ എല്ലാം അടിച്ച് പഞ്ചറാക്കിക്കൊണ്ട് ഫ്യൂരിയുടെയൊക്കെ അടുത്ത് അവൾ എത്തുകയും ഇന്ന് ഈ ക്യൂബ് പിടിച്ചോന്ന് പറയുമ്പോൾ പിന്നെ അതിലൊന്നും തൊടാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അതുവരെ പൂച്ചയായിരുന്ന ആ സാധനം ഭീകരജീവിയായി അതെടുത്ത് ഉള്ളിലേക്ക് അങ്ങ് വിഴുങ്ങിക്കളയുന്നു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. നീ ഫ്ലെയർക്കനെ എടുത്തോണം, നീ സ്ക്രള്ളുകളെല്ലാം ജെറ്റിൽ കയറ്റി ഇവിടുന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറയുകയും ശേഷം അവൾ അവിടുന്ന് പോവുകയും ചെയ്യും. അങ്ങനെ അവൻ അതിനെ എടുക്കുകയും മറ്റവൾ ഒരു തോക്കും എടുത്ത് അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അവിടെ കുറെ ആളുകൾ വരികയും അവൾ അവരെയൊക്കെ വെടിവെക്കാൻ ശ്രമിക്കുമെങ്കിലും ആ തോക്കിന്റെ ഉണ്ട തീർന്നിരിക്കുകയാണ്. ഇതോടെ അവന്മാരെല്ലാം അടുത്തേക്ക് വരുമ്പോഴേക്കും ഫ്ലെയർക്കൺ വായിൽ നിന്ന് മറ്റേ സാധനം എടുത്ത് അവരെല്ലാം അടിച്ച് പഞ്ചറാക്കിയിട്ട് ഉള്ളിലേക്ക് എടുത്ത് വിഴുങ്ങിക്കളയും. അതിന്റെ കഴിവുകൾ കണ്ട് അവരാകെ പേടിച്ച് നിൽക്കുകയാണ്. ശേഷം വീണ്ടും അവർ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അടുത്ത ആളുകൾ വന്ന് ഓടാതെ അവിടെ നിൽക്കാൻ പറഞ്ഞ് പിടിച്ചു നിർത്തുകയും ഇതോടെ ഫ്യൂരി അവരുടെ നേർക്ക് തിരിഞ്ഞ് അത് ശരി കഴിവ് കാണിക്കടാ മോനെ എന്ന് പൂച്ചയോട് പറയുമ്പോൾ അതാണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. തേഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അപ്പൊ തന്നെ അതിനെ താഴെ ഇടുമ്പോൾ അത് നേരെ ചെന്ന് അവരോട് മുട്ടിയുരുമ്മി നിൽക്കുകയാണ്. ഇതോടെ അവർ അതിനെ എടുക്കുകയും നേരെ ഫ്യൂരിയുടെ അടുത്തേക്ക് ചെന്ന് എടാ ഇത് ഞാനാണ് ടാലോസ്, അവന്മാർക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി വേഷം മാറിയതാണ്, മറ്റേ ക്യൂബ് കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ പൂച്ച അത് തിന്നുവെന്ന് അവൻ പറയുന്നു. അപ്പോഴേക്കും കരോളാണെങ്കിൽ അവരുടെ ശ്രദ്ധ തിരിക്കാൻ ക്യൂബ് വെച്ചിരുന്ന പെട്ടിയുമായി ഒരിടത്ത് ഇരിക്കുകയും മറ്റവർ അവിടേക്ക് കയറി വന്ന ശേഷം നാല് ചുറ്റൊന്നും വന്ന് അവളെ വളയുകയും ഇതിനു വേണ്ടിയാ നിങ്ങളെല്ലാവരും വന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഫൈറ്റിന് തയ്യാറാവുകയും അങ്ങനെ അവർ തമ്മിൽ പോരിഞ്ഞ പോരാട്ടം തുടങ്ങുകയും ചെയ്യുന്നു. അവളാണെങ്കിൽ എല്ലാം തകർത്തിട്ട് അവരെ ഓരോരുത്തരെയായി ഒന്നും നോക്കാതെ അടിച്ച് പറത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാരകമായ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ എല്ലാവരെയും അടിച്ചു പറത്തിയ ശേഷം അവൾ ഇയോൺ റോഗിന് നേരെ തിരിയുമ്പോൾ അവൻ അവളെ അടിച്ചവിടെ ഇടുകയും ശേഷം മറ്റേ പെട്ടി എടുക്കാൻ ശ്രമിക്കുന്നത് കണ്ട് അവൾ അപ്പോൾ തന്നെ അത് കയ്യിലാക്കി അവനെയൊക്കെ അടിച്ച് പഞ്ചറാക്കി താഴെ ഇറങ്ങി നിൽക്കുമ്പോൾ ആ പെട്ടി പിടിയിൽ നിന്ന് ഊരിപ്പോയി തുറക്കുകയും ഇതോടെ അതിനുള്ളിൽ ക്യൂബില്ലെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യുന്നു. ഇതോടെ മറ്റവരുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കി അവരെ പിടിക്കാനായി അവൻ ഓടുന്നു. ഈ സമയം മറ്റവരെല്ലാം വിമാനം കിടക്കുന്ന യാർഡിലേക്ക് എത്തുകയും ക്രീകളെ എല്ലാം സേഫായി വിമാനത്തിലേക്ക് എത്തിച്ച ശേഷം കൂടെ വന്ന യഥാർത്ഥ ക്രീകളെ എല്ലാവരെയും അവൻ വെടിവെച്ച് പുകച്ച ശേഷം പെട്ടെന്ന് തന്നെ അവരെ എല്ലാം വിമാനത്തിലേക്ക് കയറ്റുകയും ശേഷം വിമാനമെല്ലാം സ്റ്റാർട്ടാക്കി പോകാൻ റെഡിയാകുമ്പോൾ താലോസ് ഒറിജിനൽ വേഷമെടുത്ത് ഇവിടുന്ന് രക്ഷപ്പെടുന്ന സന്തോഷത്തിൽ കുടുംബത്തോടൊപ്പം നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് അവൻ വെടിയേറ്റ് വീഴുന്നു. മറ്റവന്മാർ അവിടെ എത്തിയിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും അവർ പെട്ടെന്ന് തന്നെ വിമാനം അടച്ച് അവിടുന്ന് മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം വെടിവെച്ച് തകർത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുകയും പൊട്ടിത്തെറി നടന്നതോടെ ഇയോൺ റോഗും കൂട്ടരും അവിടുന്ന് ഓടി ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. ഇതോടെ വിമാനം രക്ഷപ്പെട്ട് സ്ക്രള്ളുകളും ടീമും ഭൂമിയിലേക്ക് പോയിരിക്കുകയാണ്. ഇതോടെ കൂടെയുള്ളവളോട് ഇയോൺ റോഗ് പെട്ടെന്ന് പോയി അവന്മാരെ എല്ലാം ആ വിമാനം ഉൾപ്പെടെ തീർത്തേക്കാൻ പറയുകയും അങ്ങനെ അവൾ ഓടിച്ചെന്ന് മറ്റൊരു വിമാനവും എടുത്ത് അവരുടെ പിറകെ വിടുന്നു. അവൾ കൂടെ ചെന്ന് അവരെ വെടിവെച്ച് തകർക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും പാഞ്ഞ് മരിയാറാകുമ്പോൾ വിമാനം വിടുകയും എല്ലാവരും പിടിച്ചിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ സാഹസമായിട്ടുള്ള ഒരു ചേസിംഗ് നടക്കുകയും അവൾ എങ്ങനെയെങ്കിലും വെടിവെച്ച് ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ മരിയ രണ്ടും കൽപ്പിച്ച് ഒരു മലയുടെ മറു സൈഡിലൂടെ കയറുകയും അങ്ങനെ അതുവഴി നേരെ ചെന്ന്
നിന്ന് ഓപ്പോസിറ്റ് സൈഡിലൂടെ ഇറങ്ങി അവളുടെ എതിരെ ചെല്ലുകയും വെടിവെച്ച് ആകാശത്ത് വെച്ച് തന്നെ അങ്ങ് തകർത്ത് പുകച്ചു കളയുകയും ചെയ്യുന്നു. ഇതോടെ അവർ അവളിൽ നിന്ന് രക്ഷപ്പെട്ട് പോയിരിക്കുകയാണ്. ഈ സമയം ഇയോൺ റോഗും മറ്റൊരു സ്പേസ് ഷിപ്പിൽ കയറി അവരുടെ പിറകെ പോകാൻ ശ്രമിക്കുമ്പോൾ അവൾ വന്ന് വിമാനത്തിൽ കയറുകയും എന്നാൽ അവൻ അപ്പോൾ തന്നെ താഴേക്കിട്ട് അതുമായി പോകുന്നതോടെ അവൾ അതിൽ തൂങ്ങിക്കിടന്ന് സ്യൂട്ടൊക്കെ ഇട്ട് സെറ്റ് ആവുകയും അത് നേരെ ഭൂമിയിലേക്ക് കയറുമ്പോൾ മൊത്തത്തിൽ ജ്വലിക്കുമെങ്കിലും അവൾ ഒന്നും പറ്റാതെ അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവൻ അവളെ അടിച്ചങ്ങ് താഴേക്ക് ഇടുകയും ഇതോടെ അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ നേരെ ഭൂമിയിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഇതോടെ എന്ത് സംഭവിക്കുമെന്നറിയാതെ അവൾ ആകെ വല്ലാതെ കിടക്കുമ്പോഴാണ് തനിക്ക് പറക്കാനുള്ള മറ്റൊരു കഴിവ് കൂടി ഉണ്ടെന്ന് അവൾ മനസ്സിലാക്കുന്നത്. ഈ സമയം ഫ്യൂരിയും കൂട്ടരും പോയിരുന്ന വിമാനത്തിന് നേർക്ക് വെടിവെച്ചുകൊണ്ട് മറ്റവൻ പാഞ്ഞു വരികയും പെട്ടെന്ന് എന്തോ ഒരു സാധനം പാഞ്ഞു വന്ന് വിമാനത്തിൽ അടിച്ച് അതിന്റെ നിയന്ത്രണം വിട്ട് നേരെ ഭൂമിയിലേക്ക് വന്ന് ഇടിച്ചിറങ്ങി മറിഞ്ഞു വീണ് കിടക്കുകയും ചെയ്യുന്നു. അതെന്തോന്നായിരുന്നു ആ വന്നതെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കരോള് പറക്കാനുള്ള ശക്തി ഉപയോഗിച്ച് അവന്റെ വിമാനത്തെ അറ്റാക്ക് ചെയ്തതായിരുന്നു. അങ്ങനെ അവൾ ഇയോൺ റോഗിന് നേരെ തിരിയുമ്പോഴേക്കും അവൻ വരാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്ന അക്യൂസേഴ്സ് ടെലപ്പോർട്ട് ചെയ്ത് ഭൂമിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉടൻ അവരുടെ ഹെഡായ റോണൻ മിസൈലുകൾ വിട്ടോളാൻ പറയുകയും അങ്ങനെ അവരുടെ സ്പേസ് ഷിപ്പുകളിൽ നിന്ന് ചറപറ മിസൈലുകൾ ഭൂമിയിലേക്ക് പോകാൻ തുടങ്ങുന്നു. ഇതോടെ അവൾ അവരെ തടയാനായി പോവുകയും ഇത് ഇയോൺ റോഗ് കാണുകയും ചെയ്യുന്നു. അവളാണെങ്കിൽ പാഞ്ഞു ചെന്ന് ആദ്യം വരുന്ന മിസൈലിനെ എങ്ങനെയെങ്കിലും ഒരുവിധം തടഞ്ഞു നിർത്തുകയും അത് ശക്തിയെടുത്ത് മുകളിലേക്ക് തിരിച്ചു വിടുന്നതോടെ അത് പാഞ്ഞു ചെന്ന് മറ്റുള്ള മിസൈലുകളെല്ലാം അടിച്ച് തകർക്കുകയും അതോടൊപ്പം അവളും അവരുടെ സ്പേസ് ഷിപ്പിന് നേരെ പോവുകയും ചെയ്യുന്നു. ഇതൊരിക്കലും സംഭവിക്കില്ല, നമ്മുടെ മിസൈലുകളെ തകർക്കാൻ വേണ്ടിയുള്ള ഡിഫൻസ് സിസ്റ്റം ഒന്നും ഭൂമിയിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ സൂം ചെയ്ത് നോക്കുമ്പോൾ മിസൈലുകളെ തകർത്തത് കരോളാണെന്ന് മനസ്സിലാവുകയും അവളെ അങ്ങ് തീർത്തേക്കാൻ പറഞ്ഞുകൊണ്ട് അവർ ചറവറ കുറെ ആയുധങ്ങൾ അവൾക്ക് നേരെ വിടുന്നു. എന്നാൽ അവൾ അതിനെല്ലാം പാഞ്ഞു എന്ന് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് നേരെ ആ സാധനങ്ങൾ വിട്ടുകൊണ്ടിരുന്ന അവരുടെ സ്പേസ് ഷിപ്പിനെ മൊത്തത്തിൽ തകർത്ത് കത്തിച്ച് ചാമ്പലാക്കി കളയുന്നു. തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സ്പേസ് ഷിപ്പ് തകർന്നതോടെ അവരാകെ പതറിപ്പോവുകയും അപ്പോഴേക്കും അവൾ പാഞ്ഞ് റോണന്റെയൊക്കെ നേരെ വന്ന് നിന്ന് അവൾക്ക് ഇനിയും ശക്തിയുണ്ടെന്ന് അവരുടെ മുന്നിൽ കാണിക്കുകയും ഇത് കാണുന്നതോടെ അവർ ആകെ പേടിച്ചു പോവുകയും നമുക്ക് തൽക്കാലം തിരിച്ചു പോകാമെന്ന് പറയുകയും അവൾക്ക് എങ്ങനെയാണ് ഇത്രയും ശക്തി കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ആ കോറിൽ നിന്നാണെന്ന് പറയുകയും ശരി അതും അവളെയും കൈക്കലാക്കാൻ നമുക്ക് തിരിച്ചു വരേണ്ടി വരുമെന്ന് പറഞ്ഞ് അവർ അപ്പോൾ തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു പോക്കളയുന്നു. അതെല്ലാം കഴിയുന്നതോടെ അവൾ നേരെ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. നേരെ ഇയോൺ റോഗിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അവനും എന്തിനോ തയ്യാറായി വരികയും എന്നാൽ അവൾ തന്റെ കയ്യിൽ ശക്തി എടുക്കുന്നത് കണ്ട് അതിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കുന്നതോടെ അവൻ തന്റെ ആയുധങ്ങളെല്ലാം മാറ്റിവെക്കുകയും നിനക്ക് നിന്റെ ദേഷ്യമൊന്നും ഇപ്പോഴും നിയന്ത്രിക്കാൻ പറ്റത്തില്ല അല്ലേ, അത് നിനക്ക് സംഭവിച്ച വലിയൊരു പരാജയം തന്നെയാണ്. ഒരു കാര്യം ചെയ്യ്, ആയുധമൊന്നും ഉപയോഗിക്കേണ്ട, അതെല്ലാം മാറ്റി വെച്ചിട്ട് എന്നോടൊപ്പം ഫൈറ്റ് ചെയ്ത് എന്നെ തോപ്പിക്കാൻ വരാൻ പറഞ്ഞുകൊണ്ട് അവൻ നിൽക്കുമ്പോൾ അവൾ അവനെ അടിച്ച് പറത്തി കളയുകയും ശേഷം നേരെ വീണ് കിടക്കുന്ന അവന്റെ അടുത്തേക്ക് ചെന്ന് നിന്റെ മുന്നിൽ ഒന്നും തെളിയിക്കേണ്ട ആവശ്യം എനിക്കില്ല, എനിക്ക് വേണ്ട ശക്തിയൊക്കെ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അവന് കൈ കൊടുക്കുകയും പിടിച്ചെഴുന്നേൽപ്പിക്കാനാണെന്ന് കരുതി അവൻ കൈ കൊടുക്കുമ്പോൾ അവനെ വലിച്ചഴിച്ചുകൊണ്ട് അവിടുന്ന് നേരെ മറ്റേ സ്പേസ് ഷിപ്പിലേക്ക് കയറ്റി ഹലയിലേക്ക് പോകാനുള്ള ലൊക്കേഷനും സെറ്റ് ചെയ്ത് വെക്കുകയും നീ നേരെ ഹലയിൽ ചെന്നിട്ട് അവരെ അറിയിക്കണം, എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ വരുമെന്ന്, യുദ്ധത്തെയും നിങ്ങൾ പറഞ്ഞ നുണകളെയും എല്ലാം ഞാൻ തീർക്കുമെന്ന് ആ സുപ്രീം ഇന്റലിജൻസിനോട് തന്നെ പറയണമെന്ന് പറഞ്ഞ് അതും അടച്ച് അവനെ അവിടെ നിന്ന് നേരെ ഹലയിലേക്ക് പറഞ്ഞു വിടുന്നു. ഈ സമയം മറ്റേ വിമാനത്തിലിരുന്ന് ഫ്യൂരി പൂച്ചയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അവന്റെ കണ്ണില് മാന്തി പറിച്ചു കൊടുക്കുകയും ഇതോടെ കൂടുതൽ മുറിവ് സംഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി അവരെല്ലാവരും കൂടി മരിയയുടെ വീട്ടിലിരുന്ന് സംസാരിക്കുകയാണ്. ടാലോസും അവരും ഇപ്പോ നല്ല കൂട്ടുകാരാണ്. ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്നറിയില്ല, ഇപ്പോ നമുക്ക് താമസിക്കാനൊരു സ്ഥലമില്ലെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഭൂമിയിൽ സുരക്ഷിതരായിരിക്കില്ല, മറ്റവന്മാർ ഏത് നിമിഷം വേണമെങ്കിലും കണ്ടെത്താം, അതുകൊണ്ട് അവരുടെ കയ്യിൽപ്പെടാതെ ദൂരെയുള്ള ഒരു ഗ്രഹത്തിലേക്കുള്ള വീട് കണ്ടെത്താൻ ഞാൻ സഹായിക്കാമെന്ന് അവൾ പറയുന്നു. അങ്ങനെ അവരെയും കൊണ്ട് ദൂരെയുള്ള അടുത്ത ഗ്രഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഫ്യൂരിയുമായി അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും അവരെയും കൊണ്ട് പോവുകയാണ്, ഇനി എപ്പോ തിരിച്ചു വരുമെന്നൊന്നും പറയാൻ പറ്റില്ല, എന്തായാലും നിന്റെ ആ പേജർ ഡിവൈസ് ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തിയിട്ടുണ്ട്, ഇത് വെച്ച് എനിക്ക് സിഗ്നൽ വിടാൻ പറ്റും, പക്ഷേ അത്യാവശ്യമുള്ള ഘട്ടത്തിൽ മാത്രമേ എന്നെ കണക്ട് ചെയ്യാവുള്ളൂ എന്ന് അവൾ പറയുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അന്ന് അവൾ കുട്ടിയോടും മരിയയോടുമൊക്കെ യാത്ര പറയുകയും നമുക്ക് എപ്പോഴെങ്കിലും വീണ്ടും കാണാമെന്നൊക്കെ പറഞ്ഞ് അവൾ നേരെ അവിടെ നിന്ന് ആകാശത്തേക്ക് പോകുന്നു. അവിടെയാണെങ്കിൽ അവളെയും കാത്ത് മാർവലിന്റെ സ്പേസ് സ്റ്റേഷനിൽ സ്ക്രൾസ് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ അവർ അവളോടൊപ്പം പോകാൻ തയ്യാറാവുകയും അവൾ നേരെ അവരെയും കൊണ്ട് ക്രീകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ദൂരെയുള്ള ഒരു ഗ്രഹത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അടുത്ത ദിവസം ഫ്യൂരിയുടെ അടുത്തേക്ക് കൂടെയുള്ള ഏജന്റ് കയറി വരികയും നിങ്ങളുടെ കണ്ണിലിടാനുള്ള പുതിയ ലെൻസുകൾ വന്നിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. ക്രീകൾക്ക് ടെസ്ട്രാക്ട് ക്യൂബ് കൊടുക്കാത്തത് കൊണ്ട് അവർ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്തതാണെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഒരുപാട് സാഹസങ്ങൾ കാണിക്കുന്നതിന്റെ ഇടയ്ക്ക് സംഭവിച്ചതാണെന്നൊക്കെ പറഞ്ഞ് അയാൾ വലിയ ഹൈപ്പ് കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ പൂച്ച മാന്തിയതാണെന്ന് ആരും അറിഞ്ഞിട്ടില്ല, നമുക്ക് ആ ക്യൂബ് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല, എന്തായാലും അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഫ്യൂരി ആ പൂച്ചയെ ഒന്ന് നോക്കുന്നു. അതിന്റെ
ഫ്ലൈറ്റിലുണ്ടെന്ന് അവനറിയാം. എന്തായാലും നമുക്ക് മറ്റുള്ള ഗാലക്സികളിൽ നിന്ന് ഒരുപാട് ഭീഷണികൾ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അവറ്റകളെ ഒന്നും നേരിടാൻ ഷീൽഡിനോ പോലീസിനോ പട്ടാളത്തിനോ ഒന്നും കഴിയില്ല. അതിനുവേണ്ടി നമുക്ക് കൂടുതൽ സൂപ്പർ ഹീറോകളെ ആവശ്യമാണ്. അവർക്ക് മാത്രമേ ഭൂമിയെ രക്ഷിക്കാൻ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ അതിന് എവിടെ പോയി തപ്പുമെന്ന് പറയുകയും നമ്മൾ അന്വേഷിക്കാതെ തന്നെ അവളെ നമുക്ക് കിട്ടിയില്ലേ, അതുപോലെ ആരെങ്കിലും ഒക്കെ കിട്ടുമെന്ന് അവൻ പറയുകയും ശേഷം ഭൂമിയെ രക്ഷിക്കാനുള്ള സൂപ്പർ ഹീറോസിന് വേണ്ടിയുള്ള ഒരു പദ്ധതിക്ക് വേണ്ടി അവനൊരു ഫോം തയ്യാറാക്കുകയും ചെയ്യുന്നു. പ്രൊട്ടക്ടർ ഇനിഷ്യേറ്റീവ് എന്നാണ് അതിൽ ഹെഡിങ് കൊടുക്കുന്നത്. എന്നാൽ അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ഫയലുകൾ അവൻ കാണുന്നത്. അതിൽ കരോള് പൈലറ്റ് ആയിരുന്നപ്പോഴുള്ള അവളുടെ പേര് ക്യാപ്റ്റൻ കരോൾ അവഞ്ചർ ഡാൻവേഴ്സ് ആണെന്ന് അവൻ കാണുകയും ഇതോടെ അവഞ്ചർ എന്നുള്ള പേരാണ് നല്ലതെന്ന് മനസ്സിലാക്കി അവൻ അത് മാറ്റി അവഞ്ചർ ഇനിഷ്യേറ്റീവ് എന്നാക്കുകയും ചെയ്യുന്നു. ഇവിടെ വെച്ച് സിനിമ അവസാനിക്കുന്നു. 2019 $152 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ $1131 മില്യൺ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്. ഇത് മാർവൽ കോമിക് യൂണിവേഴ്സിലെ ക്രോണോളജിക്കൽ ഓർഡർ പ്രകാരം രണ്ടാമത് വരുന്ന സിനിമയാണ്.